നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ നാളെ FC ബാഴ്സലോണ ലലീഗയിൽ അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെ കളിക്കുകയാണ്. ക്യാമ്പ് നൗവിലാണ് പോരാട്ടം. രാത്രി ഇന്ത്യൻ സമയം 12:30. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് മറ്റന്നാൾ പുലർച്ചെയാണ് മത്സരം. ആ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഹൻസി ഫ്ലിക്ക് മാധ്യമങ്ങളെ കണ്ടിരുന്നു. സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളുടെ ഒരു പ്രധാന ചോദ്യം, കളിയിൽ റോഡ്രി ഉണ്ടാകുമോ? മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും വലിയ തുക കൊടുത്ത് കൊണ്ടുവന്നയാളാണ് റോഡ്രി. കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തെ കളിപ്പിച്ചിട്ടില്ല, അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല. ഈ കളിക്ക് അദ്ദേഹം കളിക്കുമോ എന്നുള്ള ചോദ്യം വരുമ്പോൾ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഉത്തരം പറയുന്നു ഹൻസി ഫ്ലിക്ക്. ഒരു സംശയവും വേണ്ട, യെസ് ഹി ക്യാൻ പ്ലേ. റോഡ്രിക്ക് കളിക്കാം, അദ്ദേഹത്തെ കളിപ്പിക്കാനുള്ള പ്ലാൻ ഞങ്ങൾക്കുണ്ട്. പെഡ്രി റോഡ്രി ഒരുമിച്ചിറങ്ങുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, മാത്രമല്ല നമുക്ക് ബെർണാലും ഉണ്ട്. റോഡ്രി കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കംപ്ലീറ്റ് ലീഡറാണ്. വിത്ത് പെഡ്രി റോഡ്രി കളിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല രൂപത്തിൽ ഗെയിം കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ പൊസഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എൽച്ചയ്ക്കെതിരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ബോൾ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതേസമയം പെഡ്രി വന്നതിന് ശേഷം മത്സരം മാറുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കളിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല രൂപത്തിൽ പൊസഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് വേണ്ടതും. റോഡ്രി വൺ ഓഫ് ദി ബെസ്റ്റാണ്. അതുപോലെ തന്നെ റോഡ്രിയും പെഡ്രിയും ഒരുമിച്ച് കളിക്കുമ്പോൾ, ബാഴ്സയുടെ ജേഴ്സിയിൽ ഒരുമിച്ച് കളിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും റോഡ്രിയെ കളിപ്പിക്കാനാണ് പ്ലാൻ എന്ന് വളരെ കൃത്യമായിട്ട് ഹൻസി ഫ്ലിക്ക് പറയുന്നു. അപ്പോൾ സംശയങ്ങളൊന്നും വേണ്ട, നാളെ FC ബാഴ്സലോണയുടെ നിരയിൽ റോഡ്രി അരങ്ങേറ്റം കുറിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.